എല്ലാവർക്കും നമസ്കാരം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലേക്ക് കൺഫർമേഷൻ ഡേറ്റ് വന്ന കാര്യം സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കിനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ സിലബസ് നല്ല രീതിയിൽ ആനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഒരു 100% ആയിട്ടുള്ള ഒരു സിലബസ് ചേഞ്ചാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വന്നിട്ടുള്ളത്. സെയിം ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിൽ വരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ എക്സാം കുറച്ച് ടൈം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അതിനും ഇതേ ഒരു സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതായിരുന്നു. 100% ആയിട്ടുള്ള ഒരു സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സിലബസിലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും MBA സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് വന്നത്. അതിൽ മാനേജ്മെൻറ്റ് പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഈ IEOയുടെ എക്സാമിൻ്റെ സിലബസ് ഇവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതുവരെ കുറേ പഴയ സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് വാട്ട് എവർ ബി ദ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഇനി വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലില്ല. ഈ ഒരു സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുണ്ടാവേണ്ട ലക്ഷ്യം. ഏതൊരു ആസ്പിറൻറ്റിൻ്റെയും മെയിനായിട്ട് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. ഏത് എക്സാം പുതിയ എക്സാം വരുന്നോ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ സിലബസോ അല്ലെങ്കിൽ പുതിയ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് പഠിക്കണം. ആ എക്സാം കഴിയുമ്പോൾ പുതിയൊരു എക്സാം വരുമ്പോൾ അതിന് അഡാപ്റ്റ് ചെയ്ത് വരിക. അല്ല നമ്മൾ ഒരെണ്ണത്തിനെ മാത്രം കൺസിഡർ ചെയ്താൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ട്. രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് നമുക്ക് പാർട്ട് 2 എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. പിന്നെ വരുന്നത് പാർട്ട് 3 എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. ഓക്കെ, ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ വരുന്നു എന്നുള്ളത് ഞാൻ അധികം റീഡ് ചെയ്ത് വരുന്ന സമയം കളയുന്നില്ല. ജസ്റ്റ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആൻഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ പോർഷൻസ് ആഡ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം എഞ്ചിനീയറിംഗ് മാത്സിന് വരുന്നത് 40 മാർക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിന് വരുന്നത് 30 മാർക്സ് ആണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് വരുന്നത് 30 മാർക്സ് ആണ്. കമ്പാരിറ്റീവ്ലി AD അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് IEOയുടെ എക്സാമിൽ 30 മാർക്കിൻ്റെ കണ്ടന്റ് കുറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സബ്ജക്ട്സിൻ്റെ അത്രയും കണ്ടന്റ് നമുക്ക് പഠിക്കാനില്ല. സോ അത് MBA സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. പക്ഷേ എന്നാൽ കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ AD സ്റ്റുഡൻസിനെക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടന്റ് കുറവാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 മാർക്സ് മാത്സ് ആണ്, ഫിസിക്സ് 30, കെമിസ്ട്രി 30. ഇതിൽ നിങ്ങൾ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് 40 മാർക്ക് മാത്സ്. നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിട്ട് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ടൊക്കെ കുറേയൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഡേ 1 തൊട്ട് ഓരോ മൊഡ്യൂളായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഇപ്പോൾ നമുക്ക് മൊഡ്യൂൾസ് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ ആൽജിബ്രയാണ്, പിന്നെ കാൽക്കുലസ് വരുന്നുണ്ട്. കാൽക്കുലസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം മാർക്സും കിട്ടുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ലീനിയർ ആൽജിബ്രയും പിന്നെ അതുപോലെ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും പിന്നെ വരുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് അത്യാവശ്യം ചെറുതുമാണ്. നമുക്ക് ആ ഒരു 4, 8 അതുകൊണ്ട് 8, 8, 16 മാർക്കും ഈസി ആയിട്ട് കിട്ടും. കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് വരുന്നത് നമുക്ക് ആകെ ഉള്ളത് കാൽക്കുലസും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് മന്ത് 1 മന്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ചെറിയ 2 മൊഡ്യൂൾസ് പിക്ക് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 1ാമത്തെ മൊഡ്യൂള്, പിന്നെ പറയുന്ന 3ാമത്തെ മൊഡ്യൂള്, 5ാമത്തെ മൊഡ്യൂള്, ഇതിലേതെങ്കിലും 2 എണ്ണം പിക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊരു തോട്ട് പ്രോസസ്സ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ മൊഡ്യൂൾ പിക്ക് ചെയ്യുക. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് 3 എണ്ണം ഉണ്ട്, ഇതിൽ നിങ്ങൾ ഒരെണ്ണം പിക്ക് ചെയ്യുക. ദെൻ ഈ മന്തിലത്തേക്ക് ഫസ്റ്റ് മന്തിലത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും 2 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും 2 മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഏതെങ്കിലും 2 മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 ചെറിയ മൊഡ്യൂൾസ്. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റും
തേർഡും എടുക്കുകയാണ്, അതായത് ലീനിയർ ആൽജിബ്രയും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ ആയിട്ടുള്ള മൊഡ്യൂളും കൂടെ ചെയ്യണം. അതായത് വലിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കണം. അതായത് മൊഡ്യൂൾ 3 കാൽക്കുലസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇതുപോലെ അടുത്ത സെക്കൻഡ് മന്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ഒരു ബാക്കി വരുന്ന, അതായത് ഈ 1ഉം 3ഉം പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി 5ഉം കൂടെ ഉണ്ടല്ല, ചെറിയ മൊഡ്യൂൾ തീരും. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പം ഡിസംബർ കഴിയും, പിന്നെ നിങ്ങൾക്ക് ജനുവരി കഴിയും. ഇപ്പോൾ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്നത് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ മാത്രമേ പെൻഡിങ് ആവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ആക്ച്വലി സ്പീഡ് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മന്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാനിത് പറഞ്ഞുതരാം. ഫസ്റ്റ് മന്തിൽ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കണം? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. സോ നമ്മുടെ ഫസ്റ്റ് മന്ത് 1ൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അതായത് ഡിസംബറിൽ നിങ്ങൾ എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം? 2 സ്മോൾ മൊഡ്യൂൾസ് ഓഫ് മാത്സ് പ്ലസ് കാൽക്കുലസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഈസി, ഫിസിക്സ് ഓർ കെമിസ്ട്രി ഒരെണ്ണത്തിൽ, ഇപ്പം എനിക്ക് ഫിസിക്സ് ആണ് ഈസി, സോ ഞാൻ ഫിസിക്സിൽ 2 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യണം, 2 മൊഡ്യൂൾസ് എങ്കിൽ ഇവിടെ ഒരു മൊഡ്യൂൾ നിങ്ങൾ ഒരുവിധം പഠിച്ചെങ്കിൽ തരും. ഈ MCQs ഒന്നും ചെയ്തില്ലെങ്കിലും ടോപ്പിക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നിങ്ങൾ ഏകദേശം ഒരു 5-6 മൊഡ്യൂളോളം തീർക്കും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു 80% സിലബസ് കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഡിസംബർ മാസത്തിൽ 3 മാത്സ് മൊഡ്യൂൾ, അതായത് 2 ചെറുത് കംപ്ലീറ്റും ചെയ്യണം, ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കണം. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പിക്ക് ചെയ്ത് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ 2 മൊഡ്യൂൾ, മറ്റേ സബ്ജക്റ്റിൽ 1 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത മന്തിലത്തേക്കുള്ള നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയുടെ ടോപ്പിക്സും നോക്കാം. ഫിസിക്സും കെമിസ്ട്രിയും വരുമ്പോഴത്തേക്കും ഓക്കെ, കണ്ടോ, ഫിസിക്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അപ്ലൈഡ് ഒപ്റ്റിക്സിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഉണ്ട്, അക്കോസ്റ്റിക്സ് ഉണ്ട്. ആക്ച്വലി ഫിസിക്സ് ഭയങ്കര കൺസിഡറബിളി ഈസിയാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിങ്ങൾക്ക് കാണാം സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടേഴ്സ്, അങ്ങനെ ഇതിൽ കുറേ പോർഷൻസ് ഒക്കെ നിങ്ങൾ 12th വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അക്കോസ്റ്റിക്സും അതുപോലെ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. ADയുടെ എക്സാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്ക് മാത്രമേ നമുക്കിത് പഠിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പോർഷൻസ് വെച്ച് 10 മാർക്കോളം കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ 2 മൊഡ്യൂൾസും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പ്രിഫറൻസ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ല, നിങ്ങൾക്ക് കെമിസ്ട്രിയാണ് കൺവീനിയൻറ്റ് ഉള്ളതെങ്കിൽ നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ വരുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, അത് കുറച്ച് എക്സ്റ്റെൻസീവ് ആണ്, കുറച്ച് കാര്യങ്ങൾ. നാനോ മെറ്റീരിയൽസ് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷേ ഗ്ലാസ്, സിമെൻറ്റ്, പോളിമർ, കണ്ടക്ടിങ് പോളിമേഴ്സ് ഇതെല്ലാം തീരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. പിന്നെ ബൈ ഹാർട്ട് ചെയ്യാനും തിയറി പാർട്സ് അല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അത് പോയിട്ട് നമുക്കുള്ളത് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്, തേർഡ് വൺ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. പക്ഷേ കുറച്ച് ടോപ്പിക്, അതായത് നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ടൈം എടുത്തു എന്ന് വരും. പിന്നെ ഇതും കുറച്ച് കണ്ടന്റ് ഉണ്ട്, ബട്ട് ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. സോ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്നുള്ളത് നോക്കി നിങ്ങൾ പിക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് മന്തിലത്തേക്കുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എൻ്റേതായ ഒരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന രീതിയിലുള്ള ഒരു പാറ്റേണിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അതിന് പറ്റിയ ക്ലാസ്സസ് ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാ സെക്ഷൻസും വരുന്നത്. മാത്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MCQ ഡിസ്കഷൻസിലൂടെയാണ്. കാരണം നമുക്ക് അതിലെന്ന് പറഞ്ഞാൽ എന്തില്ല, ചുമ്മാ തിയറി നോക്കിയിട്ടൊന്നും കാര്യമില്ല. സോ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സിൽ കൂടുതലും എന്ത് ചെയ്യും, നമ്മൾ MCQസിലൂടെ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നോക്കും. അതൊരു ഓർഡറിൽ തന്നെ സിലബസ് ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ സെക്കൻഡ് പറഞ്ഞത് ഫിസിക്സും കെമിസ്ട്രിയും എടുത്തു കഴിഞ്ഞാൽ MCQs ഡിസ്കഷൻ നമ്മൾ വെക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് നമ്മൾ തിയറി പോർഷൻസ് കവർ ചെയ്യും. തിയറീസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം MCQ ഡിസ്കഷൻസ് വെക്കും. അതും വലിയ കണ്ടന്റ് ഉള്ളതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ട്സ് ആയിരിക്കും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പോൾ പറഞ്ഞ 1 മന്ത് പാറ്റേൺ വെച്ചിട്ട് നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാ ആസ്പിരൻസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഓൾമോസ്റ്റ് 3 months ടൈമുണ്ട്.
AD കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ് കുറച്ചേ ഉള്ളൂ കവർ ചെയ്യും, ബട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്കറിയാം PSC ഇപ്പോഴത്തെ ടൈമിൽ പുതിയ പുതിയ രീതിയിലൊക്കെയാണ് എക്സാംസ് നടത്തുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെൻറ്റ് MCQസിൽ പോലും റീസെർച്ച് അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഓൾ ഓഫ് യു സ്റ്റഡി വെൽ. ബാക്കി കണ്ടന്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒത്തിരി കണ്ടന്റ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ടു ദി IEU ആസ്പിരൻസ്. ഗുഡ് ലക്ക്. താങ്ക് യു.